പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. പരിശുദ്ധാത്മാവ് അതിശക്തമായ വിധത്തിൽ ഇന്ന് നമ്മൾ ഓരോരുത്തരെയും ചലിപ്പിക്കട്ടെ എന്നാണ് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ചില കുടുംബങ്ങളിലൊക്കെ മഴക്കെടുതികളുടെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വെളിപാട് പുസ്തകം 3:2. അവിടെ വചനം പറയാണ്, നിന്നിൽ ആസന്ന മരണമായി അവശേഷിപ്പിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. ആസന്ന മരണമായി അവശേഷിപ്പിക്കുന്നതിന് ഇതൊരു നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയാണ് പറയുന്നത് സഹോദരങ്ങളെ. നമ്മുടെ ആത്മാവിൻ്റെ, അതായത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല, ബലിയർപ്പിക്കാൻ പറ്റുന്നില്ല. അനേകരെന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛൻ ബലിയർപ്പണത്തിന് എല്ലാ ദിവസവും പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ ഹൃദയം കൊണ്ട് ബലിയർപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറഞ്ഞു ഇങ്ങനെയാണ് കേട്ടോ, അതായത് ഒരു 5-6 വർഷമായിട്ട് ബലിയർപ്പണം ആകെ മരവിച്ച് പോയിരിക്കുകയാണ്. എല്ലാ ദിവസവും ബലിയർപ്പിക്കും. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു രോഗത്തിൻ്റെ മേഖല വെളിപ്പെട്ടു. അതായത് അദ്ദേഹത്തിന് ആ രോഗം വന്നു. അദ്ദേഹം പറയായിരുന്നു, ആ രോഗം വന്ന് ശരിക്കും ഡോക്ടറെ കാണാൻ പോകുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ഉള്ളിൽ പറയേണ്ടായിരുന്നു വലിയൊരു രോഗമാണെന്ന്. അന്ന് തുടങ്ങി പ്രാർത്ഥിക്കാൻ പറ്റി. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി രോഗം ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷെ അദ്ദേഹം പറയുകയാണ്, അതാണ് ശരിയായ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, റൈറ്റ് ട്രാക്ക്. രോഗം വളരെ ഗുരുതരമാണ്, പക്ഷെ എന്നാലും അദ്ദേഹം പറയുകയാണ്, ഇപ്പം എനിക്ക് പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി എന്ന് സങ്കീർത്തകൻ പറയുന്നത് എത്രയോ വാസ്തവമാണ്. നമ്മുടെ ജീവിതത്തിലെ ഒറ്റ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഈശോയുമായിട്ടുള്ള ബന്ധം. അത് രോഗത്തിൻ്റേതായിക്കോട്ടെ, തകർച്ചയുടേതായിട്ട്, എന്തിൻ്റെ നടുവിലും ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ വളരാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.